നമുക്കൊരിക്കലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്കുകളോ പ്രൈവറ്റ് ബാങ്കുകളോ ഒക്കെ ഈ വാർത്തയോട് പ്രതികരിക്കുമെന്നും ഈ വാർത്തയ്ക്ക് ഒരു ക്ലാരിഫിക്കേഷൻ നൽകുമെന്നുമുള്ള അമിതമായ ആഗ്രഹമൊന്നും ഞാൻ വെച്ച് പുലർത്തുന്നില്ല. കാരണം അത്രയും പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല നമുക്കുള്ളത്. നമ്മുടെ സിസ്റ്റം കുറച്ച് റിയാക്റ്റീവ് ആണ്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മളുടെ സാധാരണ നമ്മൾ അവലംബിച്ചു വരുന്ന ഒരു രീതി. അല്ലാതെ വളരെ പ്രൊആക്റ്റീവ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായേക്കാം എന്ന് പറഞ്ഞ് ആരും പ്രതികരിക്കില്ല. സ്വാഭാവികമായും ഇതുപോലെയുള്ള പരിപാടികൾ, ഇതുപോലെയുള്ള ചർച്ചകൾ നമ്മൾ അത് തിരുത്തിക്കൊണ്ട്, അതായത് ഇതൊരു നിലപാടൊന്നുമല്ല, മാധ്യമ നിലപാടൊന്നുമല്ല, ഇതൊരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ കൃത്യമായ പഠനമില്ലാതെ, കൃത്യമായി ഇതിനെക്കുറിച്ച് അറിവില്ലാതെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലും മറ്റ് സ്ഥലങ്ങളിലേക്കുമൊക്കെ വിട്ട് അത് ആളുകൾ കൺസ്യൂം ചെയ്ത് പരിഭ്രാന്തരായി ബാങ്കുകളിലേക്ക് ഓടിച്ചെന്ന് ഈ വായ്പ തിരിച്ചടക്കാൻ നോക്കുകയും അങ്ങനെ ചില പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുകയൊക്കെ ചെയ്യുന്നതാണ്. അതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ ബാങ്കുകൾക്കോ ഒന്നും അതിനകത്തൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല. സ്വാഭാവികമായും മാധ്യമങ്ങൾ തന്നെ അത് ഉത്തരവാദിത്വത്തോടു കൂടി അവരുടെ കർത്തവ്യം നിറവേറ്റണം.